101 മൈനസ് 13 ഒന്ന് നോക്കാം. നമുക്കെന്താ ഒരിക്കലും 1ൽ നിന്ന് 3നെ കുറയ്ക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? ചെറിയ സംഖ്യയാണ്. അപ്പോൾ നമുക്ക് ഈ 0യിൽ നിന്ന് ഇങ്ങോട്ട് കടമെടുക്കാൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പോൾ ഈ 1ൽ നിന്ന് ഇങ്ങോട്ട് കടമെടുക്കുമ്പോൾ ഇവിടെ 0 ആവുകയും ഈ 0 10 ആവുകയും ഈ 10ൽ നിന്ന് 1ന് കടം കൊടുക്കുമ്പോൾ 11 ആവുകയും ഈ 10 9 ആവുകയും ചെയ്യും. 11ൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 3യെ കുറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 8. 9ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 88. കിട്ടിയല്ലോ. നിങ്ങൾക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്ന 88 ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വാല്യൂ എന്ത് കൊടുക്കാം? ഈക്വൽ ടു 88. ഇനി 11നെ അങ്ങ് കൊണ്ടുപോകാം. ഇൻഡ്യൂവിൽ കിടക്കുന്ന സാധനത്തിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും? നിങ്ങൾക്ക് ഡിവിഷൻ ആവും. 88/11 യു വിൽ ഗെറ്റ് 88നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 കിട്ടും. 11ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് 8 ആണ് കിട്ടുന്നത് കേട്ടോ. അപ്പം n-1 ഈക്വൽ ടു 8. ഈ -1 അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 + 1 വി ഗെറ്റ് 9. നിങ്ങളുടെ എത്രാമത്തെ പൊസിഷനിലാണ് 101 വരുന്നതെന്ന് മനസ്സിലായല്ലോ. 9ാമത്തെ പൊസിഷനിലാണ് നിങ്ങളുടെ ഏത് വാല്യൂ വന്നിരിക്കുന്നത്? 101ാമത്തെ ടേം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം യെസ് 101 ഈസ് എ ടേം ഓഫ് ദ സീക്വൻസ് എന്ന് എഴുതി വെക്കുക കേട്ടോ. ഞാനത് ഒന്ന് നോട്ട് ചെയ്ത് തരാം. യെസ്, നിങ്ങളുടെ ആണോ എന്നൊരു ചോദ്യമാണ്. യെസ്, 101 ഈസ് എ ടേം ഓഫ് ദീസ് സീക്വൻസ്. ഓക്കെ, നമുക്ക് മൂവ് ചെയ്യാം. അടുത്ത ലെവലിലേക്ക് പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1001 എന്ന് പറയുന്ന ഇതിലെ ടേമാണോ? നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക? 1001 ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ചെയ്യാം. എയുടെ വാല്യൂ നിങ്ങൾക്കറിയാം. എ എന്ന് പറയുന്നത് എത്രയാണ്? 13. ഡി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയാണെന്നറിയാം? 11. ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ. എയും ഡിയും കളയുന്നില്ല. അത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതിന് ഞാൻ ബി എന്ന് കൊടുക്കുകയാണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. അപ്പോൾ 101 ടേമാണോ നോക്കാൻ എന്ത് ചെയ്യുക? എ പ്ലസ് n-1 ഇൻറ്റു ഡി ഈക്വൽ ടു 1001 എന്ന് ഞാൻ കൊടുത്തു.